പലപ്പോഴും നമ്മളെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ റിസൾട്ട് ആദ്യമേ നമ്മൾ മനസ്സിൽ കാണും. അതും കൂടുതൽ നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ കടന്ന് വീണ്ടും ചിന്ത കൂടി നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും പിന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ, വളരെ ബ്രീഫിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും എളുപ്പമുള്ള ഒരു സിമ്പിളാണ്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും വളരെയധികം സ്ട്രെസ് ആയിരിക്കും അവരിൽ. ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കടന്നു പോകും. അതേപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ. നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ നെഗറ്റീവ് തോട്ട്സ് കയറി വരുന്നത് കൊണ്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇതും ഈ ഓവർ തിങ്കിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഇനി ഈ ഓവർ തിങ്ക് കൊണ്ട് കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ തന്നെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സ് നമുക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം ഈ ഓവർ തിങ്കിങ് ആണ്. അപ്പൊ ഈ ഓവർ തിങ്കിങ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് അടുത്ത ഒരു മെയിൻ പോയിന്റ്. ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അതെ. പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷെ ഇത് ചെയ്യാൻ വളരെയധികം കഷ്ടപ്പാടാണെന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്കിഷ്ടമുള്ള ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള ഒരു സിനിമ കാണുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവും. അപ്പോഴും നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം നമ്മുടെ മൈൻഡിനെ ആ ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് നമ്മൾ സംസാരിക്കുക. നമ്മളെ ഫ്രണ്ടോ, നമ്മളെ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോ, ആരും ആവട്ടെ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട, നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോഴും നമ്മൾ ഈ ഓവർ തിങ്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മെഡിറ്റേഷനോ അല്ലെങ്കിൽ അതേപോലത്തെ തെറാപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റും. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം വളരെ ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴും മെജോറിറ്റി ആൾക്കാർക്കും ഈ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ഒരു അവസരമാണ്. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓവർ തിങ്കിങ് നമുക്ക് എപ്പോഴും എപ്പോ വേണേലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ നാളെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ഡിസിഷൻ എടുക്കാൻ എങ്ങനെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ അതൊന്ന് മാറ്റി നമ്മുടെ മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓവർ തിങ്കിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ സാധിക്കും, റിലാക്സ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും. അപ്പൊ ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മളിപ്പോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ. ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിരിച്ചു കളിച്ച് നടക്കുന്ന നമ്മുടെ അറിയാവുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു നിമിഷം നമ്മൾ കേൾക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു വാർത്തയായിരിക്കും അയാളെ കുറിച്ച്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എപ്പോ വേണേലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. ഇതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു റിലീഫ് കിട്ടും. അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെൽ ഐക്കൺ കൂടെ ഓൺ ആക്കി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമന്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിനും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.